PSC എക്സാം പഠിക്കാൻ തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ ഇപ്പൊ തുടങ്ങിക്കോ. ഇതിനേക്കായി പറ്റിയ ഒരു അവസരം വേറെ വരാനില്ല. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇന്ന് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ ജോലി കയ്യിലിരിക്കും. ഓക്കെ, പുതിയൊരു 5 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പറയട്ടെ എന്തൊക്കെയാന്ന്. നിങ്ങൾക്കൊരു യൂണിഫോം പോസ്റ്റാണ് നിങ്ങൾ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്കുള്ള 3 എണ്ണമാണ് വന്നിട്ടുള്ളത്. ഒന്ന് സിവിൽ പോലീസ് ഓഫീസർ, ഒന്ന് സിവിൽ എക്സൈസ് ഓഫീസർ, ഒന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ. ഈ 3 എണ്ണം ഉണ്ട്. സിവിൽ പോലീസ് ഓഫീസർ മെയിലും ഫീമെയിലും വന്നിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? സിവിൽ എക്സൈസ് ഓഫീസർ ഉണ്ട്, അതിനങ്ങനെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഉണ്ട്. ഇതിനകത്ത് സിവിൽ പോലീസ് ഓഫീസറിന്റെ ഏജ് ലിമിറ്റ് 18 to 26 ആണ്. 18 തൊട്ട് 26 വയസ്സ് വരെയുള്ള ആൾക്കാർക്കാണ് എഴുതാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറും സെയിം ഏജ് ആണ്, 18 to 26. എക്സൈസ് ഓഫീസർ വരുമ്പം 18 തൊട്ട് 31 വയസ്സ് വരെയുള്ളവർക്ക് എഴുതാം. 31, 18 to 31 എഴുതാം. ഇതിന്റെ 3ന്റെയും ക്വാളിഫിക്കേഷൻ എന്താണ്? +2 ആണ് ക്വാളിഫിക്കേഷൻ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതിന്റെ കാറ്റഗറി നമ്പർ പറയട്ടെ. ഒന്നാമത്തെ വുമൺ, നോട്ട് ചെയ്ത് വെച്ചോ, വുമൺ CPO ആണെങ്കിൽ കാറ്റഗറി നമ്പർ 550/2025. മെയിൽ ആണെങ്കിൽ CPO ആണെങ്കിൽ 563/2025. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ആണെങ്കിൽ 551/2025. അതിന് എക്സൈസ് ഇൻസ്പെക്ടർ ആണെങ്കിൽ 564/2025. ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മുടെ വരുന്ന യൂണിഫോം പോസ്റ്റുകൾ. ഇപ്പൊ യൂണിഫോം പോസ്റ്റ് താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് വരുന്നുണ്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് VFA കാറ്റഗറി നമ്പർ നോട്ട് ചെയ്തോ, 571/2025. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും പുതിയ നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ് ജനുവരി 14 ജനുവരി 14 മുമ്പ് അപ്ലൈ ചെയ്തിരിക്കണം. ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്തോ. ഓക്കെ, ബൈ.